ചുട്ടുപൊള്ളുന്ന വേനലിൽ പെരുമ്പാവൂർ നഗരമധ്യത്തിൽ കുളിരേകുകയാണ് ഒരു കൂട്ടം വൃക്ഷമുത്തശ്ശന്മാർ. ചരിത്രമുറങ്ങുന്ന ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തെ നൂറ്റാണ്ട് പഴക്കമുള്ള തണൽമരങ്ങളാണ് നഗരത്തിലെ ആശ്വാസമേകുന്നത്. 40 ഡിഗ്രി ചൂടിലും നേർത്ത തണുപ്പ് അനുഭവപ്പെടുന്ന ഇവിടം കുട്ടികൾക്കും വഴിയാത്രക്കാർക്കും വലിയ ആശ്വാസ കേന്ദ്രമാണ്. ചരിത്രമുറങ്ങുന്ന പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് തണലേകുകയാണ് ഒരു പറ്റം വൃക്ഷമുത്തശ്ശന്മാർ. ചുട്ടുപൊള്ളുന്ന വേനലിൽ കേരളം വെന്തുരുകുമ്പോൾ പെരുമ്പാവൂർ നഗരമധ്യത്തിലെ വൃക്ഷമുത്തശ്ശന്മാർ പൊതുജനങ്ങൾക്ക് ആശ്വാസമാകുന്നത് ചൂണ്ടിക്കാട്ടുകയാണ് ഇവിടുത്തെ പ്രകൃതി സ്നേഹികൾ. പട്ടണത്തിലെ വായുവിനെ ശുദ്ധീകരിക്കുന്ന ഒരു ഓക്സിജൻ ഹബ്ബാണ് ഈ മൈതാനമെന്നും ആധുനികതയുടെ കടന്നുകയറ്റത്തിനിടയിലും മുറിവേൽക്കാതെ നിൽക്കുന്ന ഈ തണൽ മരങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഉദാത്തമായ മാതൃകയാണെന്നും അത് സംരക്ഷിക്കപ്പെടേണ്ടത് കാലത്തിന്റെ ആവശ്യകതയാണെന്ന് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സാംസ്കാരിക പ്രവർത്തകനുമായ അനിൽ പൊയ്യക്കാരൻ പറഞ്ഞു. ഞാൻ അനിൽ പൊയ്യക്കാരൻ, പെരുമ്പാവൂർ സ്വദേശിയാണ്. നമ്മുടെ പെരുമ്പാവൂർ ബോയ്സ് സ്കൂളിൽ 1975-80 കാലഘട്ടത്തിൽ പഠിച്ചതാണ്. അന്ന് MR ഗോവിന്ദൻകുട്ടി നായർ എന്ന് പറഞ്ഞ സാറ് ഹെഡ് മാഷായിട്ടുണ്ടായിരുന്നത്. ആല് കൊണ്ട് സമ്പുഷ്ടമായിരുന്നു ബോയ്സ് സ്കൂള്. അവിടെ ഏറ്റവും വടവൃക്ഷം പോലത്തെ വലിയ ഒരു ആല് അവിടെ പുഷ്ടിമയോടെ നിന്നിരുന്നു. അതിൻ്റെ ചുവടെയാണ് ഞങ്ങളെല്ലാവരും അസംബ്ലി ചേർന്നിരുന്നത്. അന്ന് ആ കാലഘട്ടത്തിലേക്കാണ് മറ്റേ ഹെഡ് മാഷ് ഗോവിന്ദൻകുട്ടി സാറ് മുൻകൈയെടുത്ത് ധാരാളം ആലുകൾ ബോയ്സ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ വെച്ച് പിടിപ്പിച്ചത്. അതിന്ന് വലിയ രീതിയിൽ വളർന്ന് റോട്ടിലൂടെ പോകുന്നവർക്ക് വരെ തണലേകുന്ന രീതിയിൽ ആയിട്ടുണ്ട്. അങ്ങനെ വൃക്ഷങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു ബോയ്സ് സ്കൂൾ. ഇന്നിപ്പോൾ അതിൻ്റെ ഇതിന് കോട്ടം ചെറുതായിട്ട് തട്ടുന്നതായിട്ട് കാണുന്നു. എങ്കിലും പ്രകൃതി സ്നേഹികളുടെ ഒരു ഇടപെടലും ഇതിനകത്ത് ആവശ്യമാണ്. ബോയ്സ് സ്കൂളിൽ ധാരാളം സ്ഥല സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പുതിയ ആധുനിക കെട്ടിടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള സൗകര്യവും അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാ രീതിയിലും ഇനി ഒരിക്കൽ കൂടി പുനരുജ്ജീവിപ്പിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഞാൻ നടത്തുകയാണ്. മിനി സിവിൽ സ്റ്റേഷന് സമീപം സർക്കാർ ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള സ്കൂൾ മൈതാനത്ത് വന്നാൽ കുറച്ചു നേരം തണലിലിരുന്ന് ആശ്വസിക്കാം. കേരളത്തിലെ നിലവിലെ കാലാവസ്ഥയിൽ താപനില 40 ഡിഗ്രിക്കടുത്ത് എത്തുമ്പോഴും ഈ മരങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്നത് നേർത്ത തണുപ്പാണ്. ഉച്ച സമയങ്ങളിൽ കളിക്കാനും വിശ്രമിക്കാനും കുട്ടികൾ ഒത്തുകൂടുന്നത് ഈ വൃക്ഷത്തണലിലാണ്. വഴിയാത്രക്കാർക്ക് ഈ മൈതാനം ഒരു വലിയ ആശ്വാസ കേന്ദ്രമാണ്. ധാരാളം വാഹനങ്ങൾ തണൽ തേടി ഇവിടെ പാർക്കിംഗ് ഇടമാക്കുന്നു. പക്ഷികളുടെയും അണ്ണാനുകളുടെയും സങ്കേതം കൂടിയാണ് ഈ വൻമരങ്ങൾ. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. ഒരു പവന് മുകൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഗോൾഡ് കോയിൻ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം. പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൈനിറയ സമ്മാനങ്ങളും. ഈ ഓഫർ ഏപ്രിൽ 10 മുതൽ 20 വരെ. 7th ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഇപ്പോൾ പള്ളുരുത്തിയിലും.